പ്രേക്ഷകരുടെ മുമ്പിലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആർക്കൈവ്സിൽ നിന്ന് 2000 മുതൽ 2018 വരെ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണത്തിൽ പൊതിഞ്ഞ് സുവർണ ശോഭയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളൊന്ന് കാണാം. ിൽ എന്തുകൊണ്ട് ഇത് സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കേണ്ടി വന്നു എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പത്മകുമാർ പറഞ്ഞ വാക്കുകൾ കേൾക്കുക. സ്വർണം പൂശിയ പാളിയാവാം, പക്ഷെ അന്ന് ഞാൻ ഇത് കാണുമ്പോ അല്ലെങ്കിൽ ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പം ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പുപാളിയാണ്. ചെമ്പുപാളിയാണല്ലോ യഥാർത്ഥത്തിൽ. ഇത് ഈ പറയുന്ന ഇപ്പോ ഈ ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്നുള്ള തർക്കം വരാൻ കാര്യം എന്താ? ഇപ്പോ കേന്ദ്രമന്ത്രിയായിരുന്നൊരു മാന്യദേഹം തന്നെ പറഞ്ഞു, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ 44 കിലോ സ്വർണം അദ്ദേഹത്തിന്റെ വാദം അതാണ്. തിരിച്ചു വന്നപ്പോ 38 കിലോ സ്വർണം. അങ്ങനെ ഒരു 6 കിലോ സ്വർണത്തിന്റെ കുറവെന്നൊക്കെയാ പറഞ്ഞത്. അല്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോ ഇതിനെ ഉപയോഗിക്കാൻ സ്വർണത്തിൽ പൊതിഞ്ഞു നിന്ന ചെമ്പുപാളികളിലുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ ആ സുവർണ ശോഭയിലുണ്ടായിരുന്ന പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിട്ടില്ല. 39 ദിവസത്തിന് ശേഷം അവിടെ എത്തിയത് മറ്റൊരു ലോഹവും തൊട്ടിട്ടില്ലാത്ത ചെമ്പുപാളികളാണ്. പക്ഷേ അത് ആദ്യം ചെമ്പായി മാറ്റിയത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ആരുടെ താല്പര്യപ്രകാരം? സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പുപാളികൾ മാത്രമാക്കി ബോർഡ് ഉത്തരവിറക്കി. തിരുവാഭരണം കമ്മീഷന്റെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ട പ്രവൃത്തി ഈ സ്പോൺസറായ ഒരു തരത്തിലുമുള്ള ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലെടുത്ത് കൊടുക്കുന്നു. ട്രാക്ടറിൽ താഴെ കൊണ്ടുവന്ന് സ്വന്തം കാറിൽ ഇത് കൊണ്ടുപോകുന്നു. 39 ദിവസത്തിന് ശേഷം മാത്രം ഈ സ്ഥാപനത്തിലെത്തുന്നു. ഈ സ്ഥാപനത്തിലെത്തുമ്പോൾ അത് വെറും ചെമ്പുപാളി മാത്രമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെമ്പായത്? 99 സ്വർണം പൊതിഞ്ഞ, ഇത്രയും കാലം അവിടുത്തെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്ന് തൊഴുമ്പോൾ കണ്ടിരുന്ന ആ വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന യഥാർത്ഥത്തിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എവിടെ പോയി?